നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത്രയൊന്നും ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത പക്ഷേ വളരെ നിർണായകമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. അതെ, ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ശക്തിക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത ജനകീയ മുന്നേറ്റങ്ങളിലൊന്നിന്റെ കഥയിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. 1721 ഏപ്രിൽ 14 ഒരൊറ്റ ദിവസം 140-ലധികം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വെറുമൊരു ചെറിയ ഏറ്റുമുട്ടലായിരുന്നില്ല, ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് കിട്ടിയ അപ്രതീക്ഷിതമായ കനത്തൊരു പ്രഹരം തന്നെയായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്? ഒരു വ്യാപാര കമ്പനിക്കെതിരെ ഒരു നാട് മുഴുവൻ ആയുധമെടുക്കാൻ മാത്രം എന്തുണ്ടായി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിനി തിരയാൻ പോകുന്നത്. ശരി, അപ്പോൾ നമുക്ക് ആദ്യം ആ നിർണായക ദിവസം രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ടെന്ന് നോക്കാം. അഞ്ചുതെങ്ങ് കോട്ടയുടെ തലവനാണ് വില്യം ഗിഫോർഡ്. അയാൾ റാണിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെയായി ഒരു വലിയ സംഘത്തോടൊപ്പം യാത്ര തിരിക്കുകയാണ്. പക്ഷേ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ കൊല്ലമ്പുഴയുള്ള സ്ഥലത്ത് വെച്ച് അവരെ ഒരു വലിയ ജനക്കൂട്ടം വളഞ്ഞു. അത് വെറുമൊരു പട്ടാളക്കൂട്ടമായിരുന്നില്ല. അതിൽ നായർ പടയാളികളുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ കാരണം കച്ചവടം നഷ്ടപ്പെട്ട മുസ്ലിം വ്യാപാരികളുണ്ടായിരുന്നു, പിന്നെ ചൂഷണത്തിൽ മനമെടുത്ത സാധാരണക്കാരും. ആ ആക്രമണത്തിൽ നിന്ന് ഗിഫോർഡ് അടക്കം ഒരാൾ പോലും ജീവനോടെ രക്ഷപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ടു പോകണം. ഈ കഥ തുടങ്ങുന്നത് 1684-ലാണ്. അന്ന് ആറ്റിങ്ങൽ ഭരിച്ചിരുന്ന ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കച്ചവടം നടത്താനുള്ള അനുവാദം കൊടുത്തു. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1695-ൽ അവരവിടെ ഒരു വലിയ കോട്ട കെട്ടിപ്പൊക്കി. അപ്പോൾ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി, ഇവരുടെ ഉദ്ദേശം വെറും കച്ചവടം മാത്രമല്ലെന്ന്. പതിയെ ആ പ്രദേശത്തെ പ്രധാന വരുമാനമായ കുരുമുളക് വ്യാപാരം അവർ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി. ഇതോടെയാണ് നാട്ടുകാരുടെ ഉള്ളിൽ അമർഷം പുകഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ ദേഷ്യം ഒരു വലിയ കലാപമായി പൊട്ടിത്തെറിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും 3 കാരണങ്ങളാണുണ്ടായിരുന്നത്. ഒന്നാമത്തേത് കുരുമുളക് വ്യാപാരത്തിലെ ഭയങ്കരമായ ചൂഷണം. വളരെ തുച്ഛമായ വിലയ്ക്ക് കർഷകരിൽ നിന്ന് കുരുമുളക് വാങ്ങി വലിയ ലാഭത്തിന് മരിച്ചുവിറ്റത് സാധാരണക്കാരെ വല്ലാതെ ദ്രോഹിച്ചു. രണ്ടാമത്തെ കാര്യം, ബ്രിട്ടീഷുകാർക്ക് ഇവിടത്തെ നാട്ടുപ്രമാണിമാരോട് ഒരു ബഹുമാനവുമില്ലായിരുന്നു. 8 വീട്ടിൽ പിള്ളമാരെ പോലുള്ളവരെ പൂർണ്ണമായി ഒഴിവാക്കി റാണിയുമായി നേരിട്ട് ഇടപാട് നടത്താൻ ശ്രമിച്ചത് അവരുടെ അധികാരത്തിലുള്ള ഒരു കടന്നുകയറ്റമായി മാറി. പിന്നെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, കോട്ടയുടെ തലവൻ വില്യം ഗിഫോർഡിന്റെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റമായിരുന്നു. അത് ജനങ്ങളുടെ അഭിമാനത്തെ ശരിക്കും ചോദ്യം ചെയ്തു. ശരി, കൊല്ലമ്പുഴയിലെ ആക്രമണം കഴിഞ്ഞു. അതോടെ എല്ലാം തീർന്നോ? ഇല്ല. അതിനുശേഷം എന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. ഗീഫോർഡിനെയും സംഘത്തെയും വധിച്ചതോടെ ആ ജനകീയ മുന്നേറ്റം അവസാനിച്ചില്ല. സത്യം പറഞ്ഞാൽ അതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. ആ ജനക്കൂട്ടം നേരെ മാർച്ച് ചെയ്തത് 5 തെങ്ങ് കോട്ടയിലേക്കാണ്. അവർ കോട്ട വളഞ്ഞു. 1-2 ദിവസമല്ല, ഏകദേശം 6 മാസത്തോളം ആ ഉപരോധം നീണ്ടുനിന്നു. ഒന്നാലോചിച്ച് നോക്കൂ, പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ നിരന്തരമായ ആക്രമണങ്ങളുമായി ഒരു നാട് മുഴുവൻ ഒരു കോട്ടയെ വളഞ്ഞിരിക്കുകയാണ്. ഇതവരുടെ സംഘടനാശേഷിയുടെയും പോരാട്ട വീര്യത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. 6 മാസത്തെ ഉപരോധം കഴിഞ്ഞപ്പോൾ കോട്ട ഏതാണ്ട് വീഴുമെന്ന അവസ്ഥയിലായി. അപ്പോഴാണ് തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങളുമായി പരിശീലനം കിട്ടിയ ഒരു വലിയ ബ്രിട്ടീഷ് സൈന്യമെത്തുന്നത്. അവർ വന്നതുകൊണ്ട് മാത്രമാണ് ആ ഉപരോധം തകർക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞത്. അതായത്, പുറത്തുനിന്നുള്ള ഒരു വലിയ സൈനിക സഹായമില്ലാതെ ആ ജനകീയ മുന്നേറ്റത്തെ നേരിടാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ 300 വർഷം മുൻപ് നടന്ന ഈ സംഭവത്തിന് ഇന്ന് എന്താണ് പ്രസക്തി? നമുക്കതിന്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യസമരം എന്ന് പഠിക്കുന്നത് 1857-ൽ നടന്ന ശിപായി ലഹളയെക്കുറിച്ചാണ്, അല്ലേ? എന്നാൽ അതിനും 136 വർഷങ്ങൾക്ക് മുൻപ് 1721-ലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദേശ ശക്തികൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ മുന്നേറ്റങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആറ്റിങ്ങൽ കലാപം ഒരുപക്ഷെ അടിച്ചമർത്തപ്പെട്ടിരിക്കാം. പക്ഷേ അത് ഒരു ജനതയുടെ അഭിമാനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും കെടാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്നാലും ഒരു ചോദ്യം ബാക്കിയാണ്. വിദേശ ശക്തികൾക്കെതിരെ കേരളം നടത്തിയ ഇത്രയും ഉജ്ജ്വലമായൊരു പോരാട്ടമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഇതിഹാസകഥ നമ്മുടെ ചരിത്രപുസ്തകങ്ങളിൽ പലപ്പോഴും ഇടം പിടിക്കാതെ പോകുന്നത്? അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം.